നന്ദിനി, തനിക്കിപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നത് മോഡേൺ ഡ്രസ്സുകളാണ്. ഇനി മുതല് താൻ അവരെ പോലെ മോഡേൺ ഡ്രസ്സുകൾ മാത്രം ധരിച്ചാൽ മതി. അകടാ. വേണ്ട സർ, എനിക്കൊന്നും ചെയ്തില്ല. നന്ദിനി, ഇപ്പൊ നമ്മൾ പോകുമ്പോ താനേ മാനിക്യൂൻ കണ്ടല്ലോ. അതെന്താ സർ? അയ്യോ നന്ദിനി, ഒരു പ്രതിമ അവിടെ കണ്ടില്ലേ? അതിലിരിക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ? എടോ, അതാ തനിക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നേ. അയ്യേ സാർ, അത് പാതിയേ ഉള്ളൂ. എനിക്കതൊന്നും പറ്റില്ല. നന്ദിനി, ആദ്യം ഒരാള് ചേഞ്ച് ആവാൻ തുടങ്ങേണ്ടത് അയാളുടെ ഡ്രസ്സിൽ നിന്നാ. ഡ്രസ്സ് പറയും അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന്, എന്നിട്ടേ ബാക്കിയൊക്കെ ഉള്ളൂ. അല്ലേ സിസ്റ്ററെ? കേട്ടില്ലേ? സോ യു മസ്റ്റ് ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. അതെ, മോഡേൺ ഡ്രസ് നോക്കിയിട്ട് തനിക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അതെടുത്ത് നോക്ക്. ഇത് സാരിയാ. വേണ്ട സാർ, ഞാൻ പറയുന്ന കേക്ക്. ഈ സാറേ സാറെന്നുള്ള വിളി വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞില്ലേ? ആദ്യം അത് ചേഞ്ച്, എന്നിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാം. സാർ, അതിനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് നോ, ഏട്ടാന്ന് വിളിക്കാൻ പറഞ്ഞാ ഏട്ടാന്ന് വിളിക്കണം. വാ, ഡ്രസ് സെലക്ട് ചെയ്യും, എന്നിട്ട് ആ ഡ്രസ്സില് എന്നെ ഏട്ടാന്നൊന്ന് വിളിക്കേ, ഞാൻ കേക്കട്ടെ. എടുത്തില്ലേ ഇതുവരെ? ആഹാ, അത് കൊള്ളാം അല്ലേ? ഇത് നോക്കാം. അതെ, ഇതെങ്ങനെയുണ്ട്? കൊള്ളില്ല സാർ, വേണ്ട. വേണ്ട, വേറെ നോക്കാം. ഇത് നോക്കേ, ഇത് നോക്കേ. എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഇതൊന്നും എനിക്ക് ചേരില്ല സർ, വേണ്ട. സാരി ഉണ്ടോ? സാരി തുടങ്ങി സാരി 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 സാരി. എടോ, താൻ സാരി തന്നെയല്ലേ ഉടുത്തിരിക്കുന്നേ? അതൊന്നും മാറ്റാൻ വേണ്ടിട്ടല്ലേ ഞാനീ പറയുന്നേ. സിസ്റ്ററെ, മോഡേൺ ടൈപ്പ് ഡ്രസ് എടുക്ക്. സർ, ഇപ്പോഴത്തെ ട്രെൻഡ് ആണെങ്കിലേ ട്രൗസറും ടീഷർട്ടും ഉണ്ട്. ട്രൗസറോ? ഒന്നും ഇണ്ടാതിരിക്കോ? അന്നേ ഈ സിറ്റിയിലൊക്കെ നടക്കുമ്പോ ട്രൗസറും ടീഷർട്ടും എടുക്കണം, നല്ല സ്റ്റൈലായിരിക്കും, നല്ല ലുക്കായിരിക്കും. എന്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യാനാ രണ്ടുപേരോട് ഉദ്ദേശിക്കുന്നെ? വേറെന്തേലും എടുത്താ മതി കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഓടിക്കളയും. ശരി ശരി ശരി. അതെ, വേറെ നോക്കാം. ഓക്കെ സർ, പെട്ടെന്ന് എടുത്തോ. അത് നോക്ക്, കൊള്ളാ? വേണ്ട സർ. മമ്മി, എന്തൊക്കെ അവൻ കാണിച്ചു കൂട്ടുന്നത്? അങ്കിളും ആന്റി ആയതുകൊണ്ടല്ലേ? വേറൊരു ഫാമിലി ആയിരുന്നെങ്കിൽ ആ നിമിഷം ഇവിടുന്ന് ഇറങ്ങി പോവായിരുന്നു. എന്റെ ആംഗ്ലയും കുടുംബം ആയതുകൊണ്ട് തന്നെയാ അവൻ ഇത്രയ്ക്ക് കല്ല് തുള്ളുന്നത്. എല്ലാത്തിനും പിന്തുണ കൊടുക്കാൻ ആളുണ്ടായിട്ടല്ലേ? നിങ്ങളുടെ ഡാഡിയും ആ വേലക്കാരിയും. ഡാഡി ഇങ്ങനൊന്നും പൊതുസ്ഥലത്ത് വെച്ച് ഒരാളെ അപമാനിക്കുന്നത് പിന്തുണക്കില്ല. ഇത് അവള് പറഞ്ഞിട്ട് തന്നെയാ മമ്മി. മമ്മിയോടുള്ള പകയാ, ഒരു സംശയവും വേണ്ട. അവള് പക തീർക്കട്ടെ. തൽക്കാലം ഈ വിവാഹം നടക്കേണ്ടത് നമ്മുടെ ആവശ്യം. അതുവരെ കുറച്ചൊക്കെ നിശബ്ദത പാലിച്ചേ പറ്റൂ. പക്ഷെ ആ നിശബ്ദത അപകടം ചെയ്യും മമ്മി. ഇനി എത്ര ചടങ്ങുകൾ കിടക്കുന്നു, അതിനൊക്കെ അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച്
അവൾ അവനെ എരിവ് കയറ്റിയ ആരോട് വേണമെങ്കിലും അവൻ ദേഷ്യപ്പെടും, ആരെ വേണമെങ്കിലും അവൻ കൈയും വെക്കും. ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ആർക്കറിയാം, നിശ്ചയമോ കല്യാണമോ ഒക്കെ നടക്കുമ്പോ ആളുകളുടെ മുന്നിൽ വെച്ച് മമ്മിക്ക് നേരെ ഏട്ടൻ കൈ ഒങ്ങില്ലെന്ന്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച മകൻ എന്ന പരിഗണന ഞാൻ അങ്ങോട്ട് മറക്കും. വെട്ടും ഞാൻ അവന്റെ കൈ. രഞ്ജിത്ത് വല്ലാതെ ഇറിറ്റേറ്റഡാ. പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇടയിൽ ഹരിത ഉള്ളതുകൊണ്ടാ അവർ കുറച്ചെങ്കിലും ആശ്വസിക്കുന്നത്.